എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കടുമാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 വലിയ മാങ്ങ തൊലി കളഞ്ഞതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഏകദേശം ഇതുപോലെയുള്ളൊരു സൈസിലുള്ള 2 മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തൊലി മുഴുവനായിട്ടും ചെത്തി കളഞ്ഞിട്ടില്ല, അവിടെ ഇവിടെയായിട്ടാണ് ചെത്തി കളഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം കടുമാങ്ങ എപ്പോഴും നമ്മൾ അച്ചാറിടുമ്പോൾ തലേദിവസം തന്നെ ഇങ്ങനെ മാങ്ങ ഉപ്പിൽ പുരട്ടി വെച്ചിട്ട് അച്ചാറിടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു 8 മണിക്കൂറൊന്ന് മാറ്റി വെക്കുക. വൈകിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമുക്ക് അച്ചാറിടാം. അപ്പോൾ നന്നായിട്ട് തന്നെ പുരട്ടി വെക്കാം. ഇതിപ്പോൾ നമ്മുടെ കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ ഒരു 8 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ആ മാങ്ങയൊക്കെ ഒന്ന് ചുരുങ്ങി അതുപോലെ തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് അച്ചാറിടുന്നത് നോക്കാം. ഇത് ഒരുപാട് നാൾ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറല്ല എങ്കിൽ കൂടി അത്യാവശ്യം കുറച്ച് നാളത് ഫ്രിഡ്ജിലിരിക്കും. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി വേറെ ഉണ്ട്, നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഇടാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിടുമ്പം എപ്പോഴും എള്ളെണ്ണ എടുക്കുന്നതാണ് നല്ലത്. എള്ളെണ്ണയ്ക്ക് പകരം മറ്റോയിലും എടുക്കാം, എന്നാലും അച്ചാറിടുമ്പോൾ എപ്പോഴും എള്ളെണ്ണയാണ് നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പൊടിയായിട്ടോ നീളത്തിലോ നിങ്ങൾക്ക് അറിയാം. വെളുത്തുള്ളി നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. 1 കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഇഞ്ചി ഒരുപാട് കൂടരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ആ സമയത്ത് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇതിലേക്ക് ഇടുന്നില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം, അപ്പോഴാണ് കടുമാങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമുക്ക് കുറച്ചധികം മുളക് പൊടി വേണം. അപ്പോൾ നല്ല കളറുള്ള മുളക് പൊടി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളിവിടെ 3.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് എരിവും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുകയാണ്. ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 നുള്ള് കായം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. നമ്മൾ അച്ചാറിനകത്ത് മല്ലിപ്പൊടി ചേർക്കില്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറ്റാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറി വന്നാൽ നമുക്കിനി ഇതിലേക്ക് മാങ്ങ ചേർക്കാം. മാങ്ങ ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. തീ ഓഫ് ചെയ്ത് ചെറുതായിട്ട് ചൂടൊക്കെ പോയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്, എന്നാലും ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഈ മാങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മാങ്ങ ചേർത്തിട്ട് വീണ്ടും തീ ഓൺ ചെയ്ത് അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മാങ്ങ ഇപ്പോൾ നല്ലതായിട്ട് വാടിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് അവസാനം കുറച്ച് വിനീഗർ കൂടി ചേർക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പ്രിസർവ് ആയി കിട്ടും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്തയൊന്നും ആവില്ല. ഇപ്പോൾ നമ്മുടെ കടുമാങ്ങ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ, അതായത് വിനാഗിരി കൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. നമ്മൾ ഉപ്പും വിനീഗറും ഒക്കെ ചേർക്കുമ്പോഴാണ് മാങ്ങ ഒന്ന് പ്രിസർവ് ആകുന്നത്. നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ 2 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൂപ്പൽ കയറും. അതുപോലെ തന്നെ ഇത് വെള്ളമയം ഒന്നുമില്ലാത്ത കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ഒരു ദിവസം നമ്മളിത് കുപ്പിയിലാക്കിയിട്ട് പുറത്ത് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അതുപോലെ നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ ഇരുന്നാൽ ഇത് കുറച്ച് നാൾ ഇത് കേടാകാതെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കടുമാങ്ങ അച്ചാറാണ് ഇത്. സിമ്പിളായിട്ടുള്ളൊരു കടുമാങ്ങ അച്ചാറാണ്. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ളൊരു കടുമാങ്ങ അച്ചാറാണ്. ഇതല്ലാതെ നമ്മൾ മാങ്ങ അച്ചാറിടും. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്